അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ടിരിക്കുകയാണ് ഇന്ത്യൻ ആർമി. പെഹൽഗാമിൽ നടന്ന ടെറർ അറ്റാക്കിനെ തുടർന്ന് ഇന്ത്യ എന്തായിരിക്കും പാകിസ്ഥാന് മറുപടി കൊടുക്കുക ആലോചിച്ചിരിക്കുകയായിരുന്നു നമ്മൾ. ഇപ്പോൾ സംഭവം നടന്നിട്ട് ഇപ്പോൾ 10-11 ദിവസമായിട്ടും ഇന്ത്യ എന്തുകൊണ്ടൊരു മറുപടി കൊടുക്കുന്നില്ല എന്ന ചോദ്യം ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ പലയിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ഇന്ന് മെയ് 7-ാം തീയതി ഒരു മോക്ക് ഡ്രില്ല് നമ്മുടെ ഗവൺമെൻറ് രാജ്യമൊട്ടാകെ അനൗൺസ് ചെയ്തിരുന്നത്. മോക്ക് ഡ്രില്ല് കഴിഞ്ഞ് എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ ഒരു മറുപടി കൊടുക്കും എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരുന്ന സമയത്താണ് മെയ് 7-ാം തീയതി പുലർച്ചെ ഒരു 1 മണി 2 മണി സമയത്തോടെ പാകിസ്ഥാനിലേക്ക് മിസൈൽ മഴ വർഷിച്ച് ഇന്ത്യൻ ആർമി മുന്നോട്ട് വന്നത്. 8 സ്ഥലങ്ങളിലായി 9 മിസൈൽ ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലെ 2 ഇടങ്ങളായ കോട്ട്ലയിലും മുസാഫർബാദിലും അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാനിൽ നോക്കിയാൽ ഒട്ടുമിക്ക പാകിസ്ഥാൻ പഞ്ചാബിലെ 7 ഇടങ്ങളിലുമാണ് ഈ അറ്റാക്ക് നടന്നിട്ടുള്ളത്. ബഹവൽപൂറൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ അറ്റാക്കുകൾ നടന്നിട്ടുള്ളത്. ഈ അറ്റാക്കുകൾ ഒന്നും സിവിലിയൻസിനെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിയോ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതല്ല, മറിച്ച് പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റ് ക്യാമ്പുകളെ മാത്രം ഉന്നമിട്ടുള്ള അറ്റാക്കുകളാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. വളരെ വിവേകപൂർവമായ ഒരു നീക്കമാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇവിടെ നടത്തിയിരിക്കുന്നത്. സ്കാൽപ് ക്രൂയിസ് മിസൈലുകളും ഹാമർ മിസൈലുകളും വെച്ചിട്ടാണ് ഇന്ത്യ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിയും നേവിയും എയർഫോഴ്സും എല്ലാം ഒത്തുചേർന്നാണ് ഈ ഒരു അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇനി എന്ത് സംഭവിക്കും, അതായത് പാകിസ്ഥാൻ ഈ ഒരു ആക്രമണത്തെ എങ്ങനെ എടുക്കും, അവരുടെ റെസ്പോൺസ് ഇതിലെങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ നോക്കി തന്നെ കാണേണ്ടതുണ്ട്. സംഭവത്തെ തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇതിനെന്തായാലും ഒരു ശക്തമായൊരു മറുപടി തരുമെന്നും അതുപോലെ ഇതൊരു ആക്ട് ഓഫ് വാർ ആണെന്നും സ്വന്തം ട്വിറ്റർ ഹാൻഡിലൂടെ ലോകത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിൽ അവിടെ ആ രാജ്യം ഭരിക്കുന്നത് അവരുടെ ആർമിയാണ്. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം അവരുടെ ആർമി ഒരുപാട് കറപ്ഷൻ ചെയ്യുന്നുണ്ടെന്നും അവരുടെ ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ഒരുപാടധികം കറപ്ഷൻ കൂടിയൊരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അതുപോലെ അവിടുത്തെ ഡെവലപ്മെൻ്റ് എല്ലാം വളരെ മോശമാണ്. അവിടുത്തെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു പരിധിവരെ അവരുടെ ആർമി തന്നെയാണ്. അപ്പോൾ അവരുടെ ഈ ആർമി മേധാവികളാണ് അവിടെയുള്ള വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ജനങ്ങൾക്കിടയിലും ഇവർക്കെതിരെ ഉള്ളൊരു വികാരം ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇങ്ങനൊരു അറ്റാക്ക് നടന്നിട്ട് ഇവരിത് ഇന്ത്യക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ അത് അവർക്ക് വളരെ വലിയ തിരിച്ചടിയാവും. അതുകൊണ്ട് ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ ഒരു ശക്തമായ നീക്കം ഇന്ത്യക്കെതിരെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അവരുടെ ഒരു പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ തുടർന്ന് അവരുടെ നീക്കങ്ങൾ എന്താകും എന്നും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഇനി ഇതിനെ തുടർന്ന് നമുക്ക് നോക്കിക്കണ്ടറിയേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, പാകിസ്ഥാനെ ചൈന എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധമുണ്ടായാൽ ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കും, ഏതൊക്കെ രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കി തന്നെ അറിയേണ്ടതുണ്ട്. അതിപ്പോൾ പാകിസ്ഥാൻ്റെ പക്ഷത്ത് നോക്കിയാൽ ചൈന ഒരു ശക്തമായ ഘടകമായി അവിടെയുണ്ട്. അതുപോലെ തന്നെ ടർക്കി പാകിസ്ഥാന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് നമ്മുടെ അടക്കം ഒരുപാട് റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടർക്കിയും ചൈനയും പാകിസ്ഥാനും എങ്ങനെയായിരിക്കും ഇന്ത്യക്കെതിരെ ഇനി മുന്നേറ്റം കൊണ്ടുപോകുക എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ ഈ ഒരു പെഹൽഗാം അറ്റാക്കിനെ തുടർന്ന് നമ്മുടെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രിയായ ഡോക്ടർ എസ് ജയശങ്കർ അടക്കം നിരവധി ലോക നേതാക്കളെ കാണുകയും അവരോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇന്ത്യയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് തുറന്ന് ഡിസ്കസ് ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ ഫ്രാൻസ് ആയാലും USA ആയാലും റഷ്യ ആയാലും എല്ലാം ഒരു ഇന്ത്യൻ പക്ഷത്തിൽ മാറി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെഹൽഗാം അറ്റാക്കിനെ തുടർന്ന് ഇന്ത്യയുടെ പക്ഷത്തായി നിലകൊള്ളുന്ന രാജ്യങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ അത് വളരെ വലുതാണ്. പക്ഷേ ഇന്ത്യക്ക് ഓപ്പണായ ഒരു സപ്പോർട്ട് നൽകുന്നത് റഷ്യയും ഫ്രാൻസും പിന്നെ ഈ ഒരു വിഷയത്തിൽ അമേരിക്കയും ഉണ്ടെന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം UN സെക്യൂരിറ്റി കൗൺസിലിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ ഇന്ത്യയുടെ വിഷയം പാകിസ്ഥാൻ വലിച്ചിടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഈ പെഹൽഗാം അറ്റാക്ക് ഇന്ത്യ തന്നെ നടത്തിയതാണെന്ന പാകിസ്ഥാൻ്റെ ആരോപണങ്ങളെയൊക്കെ വലിച്ചു കീറിക്കൊണ്ട് പാകിസ്ഥാനെ തന്നെ ഒരു വലിയൊരു തിരിച്ചടിയായി മാറ്റിയത് ഫ്രാൻസിൻ്റെയും USAയുടെയും റഷ്യയുടെയും ഒക്കെ ഇടപെടലാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഉണ്ടായിരുന്ന ചൈനയ്ക്ക് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ഒരു അക്ഷരം പോലും മിണ്ടാൻ സാധിക്കാത്തതും ഇവരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് സപ്പോർട്ടാണ്. അതുപോലെ ഇന്ത്യയും ഫ്രാൻസും അല്ലെങ്കിൽ ഇന്ത്യയും USAയും തമ്മിൽ നടത്തിയിരിക്കുന്ന ഒരുപാട് ആർമി ഡീലുകളും ഇതിനെ തുടർന്ന് വളരെ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ റാഫേലിൻ്റെ ഓർഡർ ആണെങ്കിലും അല്ലെങ്കിൽ F-35ൻ്റെ ഓർഡർ ആണെങ്കിലും എല്ലാം വളരെ ചർച്ചാ വിഷയമായി നിൽക്കുകയാണ്. അപ്പോൾ ലോകരാജ്യങ്ങളിൽ ഒരു വലിയ പക്ഷവും ഇന്ത്യയുടെ കൂടെ തന്നെയാണെന്ന് നമുക്ക് ഇതിനെ തുടർന്ന് തന്നെ പറയാം. പക്ഷേ ഇന്ത്യ നേരിടുന്ന മറ്റൊരു പ്രശ്നം ഇപ്പോൾ എന്തെന്നാൽ പാകിസ്ഥാൻ്റെ പ്രോപ്പഗണ്ടകളാണ്. പാകിസ്ഥാൻ്റെ പ്രോപ്പഗണ്ടകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, വർഷങ്ങൾ മുമ്പ് നാശമാക്കപ്പെട്ട ഒരു MiG-21 ഫ്ലൈറ്റ് ഉണ്ട്. അത് യുദ്ധത്തിലൊന്നും നശിപ്പിക്കപ്പെട്ടതല്ല, അതിന് എന്തോ തകരാറുകൾ കൊണ്ട് അത് നശിച്ചു പോയതാണ്.
അതിൻ്റെ പടം പങ്കുവെച്ചിട്ട് പാകിസ്ഥാനിലെ മേജർ മീഡിയകൾ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബോർഡറിൽ വെച്ചൊരു അറ്റാക്ക് ഉണ്ടായി, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റാഫേൽ അവർ തകർത്തു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്ത്യയിൽ വളരെ വലിയൊരു എഫക്റ്റ് ഉണ്ടായിട്ടില്ല, കാരണം പാകിസ്ഥാനിലെ മെയിൻ മീഡിയകളെല്ലാം ഇന്ത്യ ഓൾറെഡി ബാൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ പക്ഷേ പാകിസ്ഥാനിലും ആ സമീപ പ്രദേശങ്ങളിലും ഈ ന്യൂസ് വളരെ വൈഡ് സ്പ്രെഡ് ചെയ്യാൻ അവർക്ക് വളരെ സാധിച്ചിട്ടുണ്ട്. അതായത് വർഷങ്ങൾ മുമ്പ് നശിച്ചുപോയ ഒരു MiG-21 വെച്ച് ഇപ്പോഴത്തെ റാഫേലിനെ അവർ ഷൂട്ട് ഡൗൺ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഫേക്ക് ന്യൂസാണ് അവർ സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെ ഇന്ത്യയുടെ ഒരൊറ്റ യുദ്ധവിമാനം പോലും പാകിസ്ഥാൻ ബോർഡർ കടന്ന് അപ്പുറത്ത് ചെന്നിട്ടില്ലെന്നും, മറിച്ച് ഇവിടെ നിന്നുള്ള ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് മിസൈലുകൾ വർഷിച്ചാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തതെന്നും പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസ് ഫേക്ക് ആണെന്ന് അതോടെ തന്നെ മനസ്സിലാവുന്നതാണ്. അതുപോലെ പാകിസ്ഥാൻ പറയുന്ന മറ്റൊരു കാര്യമാണ്, അവരുടെ രാജ്യത്ത് ആകെ മരിച്ച 8 പേരും സാധാരണക്കാരായ ജനങ്ങളാണ്. ഇന്ത്യ കൊന്നിരിക്കുന്നത് ഇന്നസെൻറ്റ് സിറ്റിസൻസിനെയാണെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യ പോലൊരു രാജ്യം ഒരു സാധാരണക്കാർക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് കൊണ്ടുവരില്ല. അങ്ങനെ വെറും ഒരു സാധാരണക്കാരുടെ ഇടയിലേക്ക് മിസൈൽ വർഷിക്കാനാണെങ്കിൽ ഇന്ത്യക്ക് ഇത്രയും നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പാകിസ്ഥാൻ്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റമിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം. വെറുതെ കുറച്ച് പേരെ കൊന്നിട്ട് ഈ ഒരു കേസ് ഇവിടെ അടയ്ക്കാനായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഈ പെഹൽഗാം അറ്റാക്ക് നടന്ന അന്ന് തന്നെ വേണമെങ്കിൽ പാകിസ്ഥാനിൽ കൊണ്ട് കുറേ മിസൈൽ ഇടായിരുന്നു. ഇത് കൃത്യമായി പഠിച്ച് എവിടെയൊക്കെയാണ് ഭീകരാക്രമണം, ഭീകരരുടെ താവളങ്ങളുള്ളത് എന്ന് പഠിച്ച് അവിടെ അറ്റാക്ക് ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ പ്രൊപ്പഗണ്ടകൾ പരക്കുന്നതും അവിടെ ഉള്ള ആൾക്കാരെ സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഉണ്ടാവുക, നമ്മൾ നമ്മുടെ ആർമിയുടെ കൂടെ ഉണ്ടാവുക. എന്തൊക്കെ ഫേക്ക് വാർത്തകൾ കേട്ടാലും അതിനെ വിശ്വസിക്കാതെ എന്താണോ ഇന്ത്യൻ മിനിസ്ട്രി നമ്മളോട് പറയുന്നത് അതിനെ വിശ്വസിക്കുക, എന്താണ് സത്യം അതിനെ വിശ്വസിക്കുക. ഇനിയിപ്പോൾ ഇതിനെ തുടർന്ന് എന്തൊക്കെയാണ് ഉണ്ടാവണമെന്ന് അറിയണമെങ്കിൽ പാകിസ്ഥാൻ ഇതിനെതിരെ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്ന് നമുക്കറിയണം. അത് വൈകാതെ തന്നെ പാകിസ്ഥാൻ്റെ മിനിസ്ട്രി ക്ലിയർ ചെയ്യും. അവരും എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ തന്നെയാണ് സാധ്യത. കണ്ടു തന്നെ അറിയണം ഇനി എന്താണ് സംഭവിക്കുന്നത്. എന്തൊക്കെയായാലും നമ്മൾ നമ്മുടെ രാജ്യത്തിനോട് തന്നെ ഒപ്പം തന്നെ നിൽക്കണം. ജയ് ഹിന്ദ്.